ഹായ് ഫ്രണ്ട്സ്, ദ സീ ഓഫ് നോളജിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വർഗീസ് മെടുമ്പൂർ. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു വാട്സപ്പിലൂടെ എങ്ങനെയാണ് 1 GB സൈസ് വരുന്നൊരു ഫയൽ അയക്കുന്നത്. അത് വീഡിയോ ആയാലും നോർമൽ വീഡിയോ ഇപ്പോൾ അങ്ങനെയുള്ള എന്തൊരു ഫയലായാലും എങ്ങനെ നമുക്ക് അയക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പറ്റും. എന്നാൽ നോർമലായിട്ട് നമുക്ക് ചെറിയ സൈസുള്ള വീഡിയോസും ഫയലുകളും മാത്രമേ വാട്സപ്പിലൂടെ അയക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഹൈ സൈസുള്ള ഫയലുകൾ എങ്ങനെ അയക്കുന്നു എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും അങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അന്നേരം ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് നമ്മുടെ ഫോണിലൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. ഗൂഗിൾ ഡ്രൈവ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇത് എല്ലാവരുടെയും ഫോണിൽ ഈ ആപ്ലിക്കേഷൻ കാണും. ഇല്ലാത്തൊരു ഫോണിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ഡ്രൈവ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതാണ് ആപ്ലിക്കേഷൻ. നമുക്കിത് സെർച്ച് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഈ ആപ്ലിക്കേഷൻ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഒരു Gmail എല്ലാം കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഇതിലേക്ക് ഈ പ്ലസ് കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ന്യൂ എന്നതിൽ വരും. ഇതിലേക്ക് നമുക്കിപ്പോൾ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ അപ്ലോഡ് എന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫയൽ സെലക്ട് ചെയ്യുക. 1 GB നമുക്കിതിൽ 1 GB കൂടുതൽ ഇഷ്ടമുള്ള അത്രയും ഫയൽ സൈസിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇതിൻ്റെ ലിങ്ക് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. എന്നിട്ടൊരു വീഡിയോ സെലക്ട് ചെയ്യുക. ഞാൻ ഒരു വീഡിയോ സെലക്ട് ചെയ്തു. ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇതിലേക്ക് അപ്ലോഡ് ആകണം. അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിട്ട് നമ്മുടെ വീഡിയോ ഷോ ചെയ്യും, കാണാൻ പറ്റും. ഫോൾഡറിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആകുന്നത് കാണാൻ പറ്റും. വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോ. ഇത് നമുക്കിനിയും സെൻഡ് ചെയ്യുന്ന അങ്ങനെ നോക്കാം. അതിനായിട്ട് ഈ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ലിങ്ക് ഷെയറിംഗ് ഓഫ് എന്നുള്ളത് ഓൺ ചെയ്യുക. അത് ഒന്നുകൂടെ അവിടെ തന്നെ പോവുക. ഇപ്പോൾ ലിങ്ക് ഷെയറിംഗ് ഓൺ ആയിട്ടുണ്ട്. ഈ കോപ്പി ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് കോപ്പി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും പോകാം. ആർക്കാണോ അയക്കേണ്ടത് അങ്ങോട്ട് പോയി ടൈപ്പ് ചെയ്യുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് അവിടേക്കത് പേസ്റ്റ് ചെയ്യുക. ലിങ്ക് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ ലിങ്ക് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെൻഡ് ചെയ്യാം. ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് സെൻഡ് ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു വാട്സപ്പിൽ തന്നെയാണ് ഇത് സെൻഡ് ആക്കിയത്. ഇത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആയിട്ട് എൻ്റെ വാട്സപ്പ് ഓപ്പൺ ആക്കി. അതിനുശേഷം നമ്മളിപ്പോൾ അയച്ച ലിങ്കാണിത്. ഇതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആണിപ്പോൾ ഞാൻ സെൻഡ് ആക്കിയത്. ഇപ്പോൾ ഈ വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് എത്ര വലിയ വീഡിയോ വേണമെങ്കിലും നമുക്ക് വാട്സപ്പിലൂടെ ആയാലും ഫേസ്ബുക്കിലൂടെ ആയാലും നമുക്ക് മെസ്സഞ്ചറിലൂടെ ആയാലും നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായി കരുതുന്നു. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അന്നേരം തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, ബൈ.